മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 21-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 21-ാം വാക്യം. അവൻ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ടൈറ്റിൽ കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു, യേശു എൻ്റെ രക്ഷകൻ. നമുക്ക് ആ കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമ്മുടെ തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എനിക്ക് വേണ്ടി ആ കാൽവരി മലമേൽ അങ്ങ് കയറി എൻ്റെ പാപങ്ങൾക്കായി അങ്ങ് ക്രൂശിക്കപ്പെട്ടു. അപ്പാ, ഈ വചനം പറഞ്ഞതുപോലെ ആ കന്യാമറിയത്തിന്റെ വധുരത്തിൽ കർത്താവേ, യേശുവേ എനിക്ക് വേണ്ടി അങ്ങ് ഉരുവായി, യേശുവേ എൻ്റെ രൂപത്തിൽ അങ്ങ് എനിക്ക് വേണ്ടി ഉരുവായി എന്നെ പുറത്തു കൊണ്ടുവരുവാൻ, എൻ്റെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ, എന്നെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ തക്കവണ്ണം യേശുവേ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് ആയിരിക്കുന്നത് കർത്താവേ, എൻ്റെ രക്ഷയും പാറയുമായുള്ള എൻ്റെ അപ്പാ, ഞാനിന്ന് അങ്ങയുടെ കരത്തിൽ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കേൾപ്പിച്ച വചനപ്രകാരം തന്നെ എന്നോടൊന്ന് ഇടപെടണമേ. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 21-ാം വാക്യമാണ് ഞാൻ വായിച്ച് കേട്ടത്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വളരെ കേട്ട് സുപരിചിതമായ ഒരു വാക്യം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ഒരു മകനെ പ്രസവിക്കും, നീ ആ പാപങ്ങളിൽ നിന്ന്, അതെ, ഈ ലോകത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷകനായതുകൊണ്ട് അവന് യേശു എന്ന് പേർ ഇടയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ രക്ഷകന്റെ പേരെന്താ? യേശുവാ. എൻ്റെ രക്ഷകൻ, എൻ്റെ യേശു. നമ്മൾ രക്ഷകൻ എന്ന് വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അടുത്തുള്ളവരെ, ചുറ്റുമുള്ളവരെയാണ് നോക്കുന്നേ. ഹല്ലേലൂയ. എൻ്റെ കഷ്ടത്തിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചിട്ടുണ്ട്, എൻ്റെ കഷ്ടത്തിൽ നിന്ന് എനിക്ക് ആശ്വാസം തന്നിട്ടുണ്ട്, എനിക്ക് തുണയായിരുന്നിട്ടുണ്ട്. എങ്കിലൊന്ന് പറയട്ടെ, നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ യേശു നിന്റെ രക്ഷകനായിരിക്കുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല അവൻ നിന്നോട് കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പല സംഭവങ്ങളിൽ നമ്മൾ വിട്ടു പോവാറുണ്ട്. ആ സന്നിധി വിട്ട് ആ യേശുവിൻ അറിയാതെ, ചിലപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ പലപ്പോഴും പല വിടങ്ങളിൽ നമ്മൾ പെട്ടുപോകുന്ന അവസരങ്ങളിൽ നമ്മൾ രക്ഷിപ്പാനായി യേശു വരുന്നുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ. ഞാൻ ഒന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വാഹനത്തിൽ യാത്ര ചെയ്തു പോകുമ്പോഴും അങ്ങനെ ഒരു സമയം എന്നിലും കൂടെയും കടന്നുപോയി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി എന്താ പറയുക, ഒരു വാഹനവുമായി തിരിച്ച് ആ വാഹനം ഏൽപ്പിക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ ഞാൻ നേർ റോഡിൽ പോയിക്കൊണ്ടിരിക്കുക. എതിരിൽ നിന്ന് ഒരു വാഹനം ബൈക്ക് റോഡിൽ നിന്ന് മറ്റൊരു ബൈക്ക് റോഡിലേക്ക്, അദ്ദേഹം പോയ സ്പീഡ് കണ്ടാൽ ഞാൻ വിചാരിച്ചു വാഹനവുമായി കൂട്ടിമുട്ടി. ഞാൻ ഒന്ന് പറയട്ടെ, ആ സമയം തന്നെ ബ്രേക്ക് ചവിട്ടുവാനും അതിൽ നിന്ന് രക്ഷപ്പെടുവാനും തക്കവണ്ണം കർത്താവ് എന്നെ കൂടെയിരുന്നു. അത് മാത്രമല്ല, സാധാരണയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരാറ പതിവ്. ചിലപ്പോൾ ഞാൻ തിരിച്ചു പോയ സമയങ്ങളുണ്ട്. പക്ഷേ എന്നെ ആശ്വസിപ്പിക്കുന്നവനത് എൻ്റെ കൂടെ ഇരുന്നു. ഒരു സമാധാന പ്രഭു ഞാൻ തിരിച്ചറിയുന്നു. ആ സമാധാനത്തിൽ എന്നെ നിർത്തുവാൻ തക്കവണ്ണം നീ തിരിച്ചൊന്നും കോപിക്കാതെ നീ മാനസാന്തരത്തോടെ ഒന്ന് മടങ്ങിപ്പോകുക. ഞാൻ നിന്നോട് കൂടെ ഇരിപ്പുണ്ട്. ആ ശബ്ദം ഞാൻ കേട്ടു. നിനക്ക് വേണ്ടി ഞാൻ അവനോട് സംസാരിക്കുമോ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹല്ലേലൂയ, ഒന്ന് പറയട്ടെ, അവിടെ നിന്ന് ചാടിപ്പോയവൻ അപ്പുറത്ത് നിന്ന് പതുക്കെ നിന്ന് നോക്കുക, എന്തെങ്കിലും പറ്റിയോ എന്ന്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചാട്ടെ, നമ്മൾ ഇരിക്കുന്ന വാഹനത്തെയും നമ്മൾ കടന്നു പോകുന്നിടത്തൊക്കെയും രക്ഷകനായി അവൻ നമ്മോട് കൂടെ തന്നെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. രാജാതി രാജാവായവൻ, കർത്താതി കർത്താവായവൻ, ഹല്ലേലൂയ, ആ യേശുവ കൂടെ ഇരിക്കുന്നേ. പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നേ? പിന്നെ എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നേ? പിന്നെ എന്തിനാ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നേ? പലപ്പോഴും ആശ്രയിച്ചിട്ടും കിട്ടാത്ത സമാധാനം നിനക്ക് യേശു തരുന്നില്ലേ? പലപ്പോഴും നീ പറഞ്ഞിട്ടും മറുപടി കിട്ടാത്ത അവസരങ്ങളിൽ നിനക്ക് യേശു മറുപടി തരുന്നില്ലേ? ഓ ശക്തി. ഹല്ലേലൂയ. അതെ,
മത്തായിയുടെ സുവിശേഷം 28:18 വായിക്കുമ്പോൾ ആ ശിഷ്യന്മാരടുത്ത് ചെന്ന് യേശു പറയുന്നുണ്ട്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. തിരിച്ചറിഞ്ഞ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ കൂടെയാ, ആ യേശുവിൻ്റെ അടുക്കല നമ്മൾ ആയിരിക്കുന്നത്. പിന്നെ എന്തിനാ നീ പലപ്പോഴും ഭയപ്പെട്ട്, പിന്നെ എന്തിനാ നീ പലപ്പോഴും ഭ്രമിച്ച്, പിന്നെ എന്തിനാ നീ മനുഷ്യരോട് വാഗ്വാദത്തിന് ഇറങ്ങുന്നത്? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അങ്ങനെയാ, മനുഷ്യരോടാ വാഗ്വാദത്തിന്. നമ്മൾ ശരിയായോട്ടെ, നമ്മൾ തെറ്റായിക്കോട്ടെ, നമ്മുടെ ന്യായം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും വാദിച്ച് തലകുനിച്ച് അവസരങ്ങളുണ്ട്. നീ വിളിക്കുന്ന വിശ്വസ്തൻ, നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന യേശു, അതെ, ആ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലെയും സകല അധികാരവുമുള്ള എൻ്റെ നാമത്തിൽ നീ നിൽക്കുമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും, നിനക്ക് വേണ്ടി ഞാൻ അവരോട് ഇടപെടും, നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി തന്നെ സംസാരിക്കുന്നവൻ, നമുക്ക് വേണ്ടി തന്നെ ഇടപെടുന്നവൻ. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിൻ്റെ അവസാന 3 വാക്യങ്ങളിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, സകല അധികാരവും. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ സകല അധികാരവും, പിന്നെ പറയുന്നു സകല ജാതികളെയും. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു, സകല ജാതികളുടെ മേലും അവകാശമുണ്ട്. പിന്നെയും പറയുന്നു, കൽപ്പിച്ചതൊക്കെയും എല്ലാ നാളും ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല അധികാരവും കൊടുത്തിട്ടുണ്ട്, സകല ജാതികളുടെ മേലുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട്. അവൻ കൽപ്പിച്ചതൊക്കെയും. നീ ചിന്തിക്കുന്നുണ്ട് എൻ്റെ എതിരിൽ നിൽക്കുന്നവൻ എൻ്റെ ഒപ്പമുള്ളവനല്ല, എൻ്റെ എതിരെ നിൽക്കുന്നവൻ, അവൻ ഈ വിശ്വാസത്തിൽ നിൽക്കുന്നവനല്ല. അവൻ എന്നെ പലപ്പോഴും തകർക്കുവാൻ അവൻ്റെതായ വഴികളിൽ, അവരുടേതായ വഴികളിൽ കുറുക്ക് വഴികളിട്ട് നിനക്കെതിരായി ചെയ്യുമ്പോൾ, വചനം പറയുന്നു, സകല ജാതികളുടെ മേലും സകല അധികാരവുമുള്ളവൻ. അവൻ വേറിട്ടവനല്ല, അവനും യേശുവിൻ്റെ മകൻ തന്നെയാ. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, യേശുവേ, അവനും അങ്ങയുടെ മകൻ തന്നെയാ. ഒരുവൻ പോലും അങ്ങയുടേതല്ലാത്തതായില്ല. ഹല്ലേലൂയ. ഒരുവൻ പോലും. ഹല്ലേലൂയ. ഈ സകല ലോകത്തുള്ളയും ഈ മണ്ണും, ഹല്ലേലൂയ, ഇവിടെ വസിക്കുന്ന മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അവൻ്റെ അധികാര പരിധിയിലുള്ളതാ. അതെ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും, ഹല്ലേലൂയ, യേശുവിനുണ്ട്. നമുക്ക് വേണ്ടി യേശു ആ അധികാരവും ശക്തിയും ഉപയോഗിക്കുകയും അവരെ ശക്തീകരിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ നാളിലും എല്ലായിടത്തും നമ്മോട് കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു, എന്നെ ശക്തീകരിക്കുന്നവൻ, എന്നെ ബലപ്പെടുത്തുന്നവൻ, എൻ്റെ രക്ഷയായവൻ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് വേണ്ടി, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ദേശത്തിനകത്ത്, ഹല്ലേലൂയ, അവൻ ഇടപെടുകയാ. ഹല്ലേലൂയ. വചനം പറയുന്നു, മാർക്കോസ് സുവിശേഷം 13:31 ഇങ്ങനെ പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. വിശ്വസിച്ചോ? ഈ ആകാശവും ഭൂമി ഒഴിഞ്ഞാലും ഈ കേട്ട വചനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. എബ്രായർ 7:26 ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയുള്ള പുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറയുക, അവൻ പവിത്രൻ, അവൻ നിർദോഷൻ, അവൻ നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ യേശു എങ്ങനെയുള്ളവനാണെന്ന്. അവൻ പവിത്രനാണ്, അവൻ നിർദോഷനാണ്, അവൻ നിർമ്മലനാണ്, പാപികളോട് വേർപെട്ടവനാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാണ്, പാപികളോട് വേർപെട്ടവൻ. ഹല്ലേലൂയ. പലപ്പോഴും ചുങ്കക്കാരും പരീക്ഷന്മാരും കുത്തിയിരുന്ന് മുറുമുറുപ്പോടെ സംസാരിച്ചതും തന്നെയാ, അവൻ എന്തിനാ പാപികളോട് കൂടെ ഇരിക്കുന്നേ, അവൻ യേശു എന്തിനാ പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നേ, അവൻ എന്തിനാ പാപികളോട് കൂടെ കൂടിയിരിക്കുന്നേ. യേശു ഒന്നേ പറഞ്ഞോളൂ, ഈ ലോകത്തെ
തിരഞ്ഞെടുക്കേണ്ടത് പാപികളിൽ നിന്നാ. ഹല്ലേലൂയ. പാപം ചെയ്തതിനെയാ എനിക്ക് വേണ്ടത്. പാപം ചെയ്തത് പുറത്തു വന്നാലേ എൻ്റെ നാമം ഉയരത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും തള്ളി പറഞ്ഞത്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടത്, എല്ലാവരും നിന്ദിക്കപ്പെട്ടത്, ആർക്കും വേണ്ടാതെ മാറ്റപ്പെട്ടതിനെ ഞാൻ പുറത്തു കൊണ്ടുവരുമ്പോഴാ ആ നാവിൽ നിന്ന് ശക്തിയോടെ എൻ്റെ നാമം പുറത്തു വരികയുള്ളൂ. ഹല്ലേലൂയ. നമ്മളും അങ്ങനെ കടന്നു പോയത് കൊണ്ടാ ഇന്ന് ഇങ്ങനെ നിന്ന് ഹല്ലേലൂയ ഈ മയക്കുമെടുത്ത് ഈ വചനവുമായി ഇങ്ങനെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഊറത്തക്ഷാല ലോകം കൈവിട്ടു. ഹല്ലേലൂയ. സഹോദരങ്ങൾ കൈവിട്ടു, കൂടെയുള്ളവർ കൈവിട്ടു, എല്ലാവരും തള്ളപ്പെട്ടു, എല്ലാവരും നിന്ദിക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇനി ജീവിതം പോലും വെറുത്തു, ഇനി എനിക്ക് ജീവിതം പോലും വേണ്ട എന്ന് പറഞ്ഞ് ഇനി എനിക്ക് മരിച്ചാൽ മതി, എന്നെ ഒന്ന് ഈ ലോകത്തിൽ നിന്ന് എടുത്താൽ മതി എന്ന് വരെയുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ കടന്നു പോയപ്പോഴാ ആശ്വാസദായകനായ യേശു നിന്നെ ആശ്വസിപ്പിക്കുവാനായി ഒരു കൊക്കയുടെ മുകളിൽ നിന്നേ, ഒരു കുന്നിന്റെ മുകളിൽ നിന്നേ താഴെ നീ കണ്ടത് നിന്റെ മരണമാ. താഴെ നീ കണ്ടത് നിന്റെ മരണമാ. ആ മരണത്തിന്റെ മുൻപിൽ നിന്നപ്പോഴാ യേശു വന്ന് നിന്നെ ആശ്വസിപ്പിച്ചത്. നീ മരിക്കേണ്ടവനല്ല, നീ മരിക്കേണ്ടവനല്ല. നീ ആരാലോ നിന്ദിക്കപ്പെട്ടെ, ആരുടെ ഇടയിലാണ് ഉപേക്ഷിക്കപ്പെട്ടെ, അവരുടെ ഇടയിൽ തന്നെ നീ എൻ്റെ നാമവുമായി നീ നിൽക്കും. ഹല്ലേലൂയ. എല്ലാ ദാസന്മാരും അങ്ങനെയാ. ഉപേക്ഷിക്കപ്പെട്ടെടുത്ത, നിന്ദിക്കപ്പെട്ടെടുത്ത, പരിഹസിക്കപ്പെടുന്നിടത്ത ആ ഉറച്ച നാമവുമായി, മാറാത്ത നാമവുമായി സകല ഭൂമിയും ഒഴിഞ്ഞു പോയാലും സകല ലോകവും വിട്ടുപോയാലും ഒരിക്കലും മാറാത്ത ഈ യേശുവിൻ്റെ നാമവുമായി ഉറപ്പോടെ നിൽക്കുന്ന. ഹല്ലേലൂയ. അതെ, അവൻ പാപികളിൽ നിന്ന് വേർപെട്ടവൻ. എന്താ വചനം അങ്ങനെ പറയുന്നേ? ഹല്ലേലൂയ. പാപികളോട് വേർപെട്ടവൻ. ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പാപികളുടെ ഇടയിലാ ജീവിച്ച്. ഹല്ലേലൂയ. അതെ, ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശു നമ്മളായ പാപികളുടെ ഇടയിൽ പാപത്തിൻ്റെ ലോകത്ത് അധിവസിച്ചു. അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. അവരെ കൈകൊണ്ട് അവരെ സ്നേഹിതനെന്ന് പോലും വിളിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, പാപത്തിൽ കിടന്നവനെ സ്നേഹിത എന്ന് വിളിക്കുന്നു, പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നു, പാപത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നു. അതുമാത്രമാണോ, ആ പാപികൾക്ക് വേണ്ടി തന്നെ, പാപപ്പെട്ടവർക്ക് പാപമായി തന്നെ അവൻ മരിക്കേണ്ടിയും വന്നു. ഒന്ന് ചിന്തിച്ചേ, ഒരു പാപവും ചെയ്യാത്തവൻ, ഈ ലോകത്ത് ഒരു പാപത്തിൻ്റെ പുറകെയും പോകാത്തവൻ, പാപകരമായതൊന്നും ഭക്ഷിക്കാത്തവൻ, പാപകരമായതൊന്നും തൊടാത്തവൻ ഈ പാപികൾക്ക് വേണ്ടി തന്നെ സ്വയം പാപമായി തീർന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11:19 പറയുന്നു, മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതരെന്ന് അവർ പറയുന്നു. ജ്ഞാനമോ തൻ്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ പറയും അവൻ പാപികൾ ഇടയിൽ വസിച്ചു, മനുഷ്യൻ പറയും അവൻ നീതിയില്ലാത്തടത്ത് ഇരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവൻ്റെ പ്രവൃത്തിയോ പാപത്തെ പോലും പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളത്. ഹല്ലേലൂയ. അതാ ലൂക്കോസ് പറഞ്ഞത് 15:2, ഇവൻ പാപികളെ കൈകൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു എങ്കിലും അവരോട് കൂടെ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച്, ഒരു പിറുപിറുപ്പും മുറുപിറുപ്പും അതിനകത്തുണ്ടായി. ആ യേശുവിനെ ചൊല്ലി, യേശു അവരോട് കൂടെ ഇരിക്കുന്നതിനെ ചൊല്ലി. ഹല്ലേലൂയ. പരീശന്മാരും ശാസ്ത്രിമാരും ഞാൻ ജ്ഞാനികളാണെന്ന് ചിന്തിക്കുന്നവർ, ഞങ്ങൾ ജ്ഞാനത്തിൽ നിൽക്കുന്നവരാണെന്ന് ചിന്തിക്കുന്നവർ അവിടെ ഇരുന്ന് മുറുമുറുക്കിയ, ഇവൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ, ഇവൻ എന്തിനാ പാപികളുടെ ഇടയിൽ അധിവസിക്കുന്നേ, ഇവൻ എന്തിനാ പാപികളെ സ്നേഹിത എന്ന് വിളിക്കുന്നേ. ഹല്ലേലൂയ. അതാ റോമർക്ക് എഴുതിയ ലേഖനം അതിന് 5:8 പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്കുള്ള നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഒന്ന് ചിന്തിച്ചേ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ പാപങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി സ്വയം ഒരു പാപയാഗമായി മാറിയെങ്കിൽ ആ യേശുവിനെ നമ്മൾ സ്തുതിക്കുന്നേ. സ്വയം പാപമായി മാറിയ, ഹല്ലേലൂയ. വചനം പറയുന്നു, പാപം അറിയാത്തവനെ, ഹല്ലേലൂയ, പാപം പോലും അറിയാത്ത ആ യേശുവിനെ ക്രൂശിച്ചേ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ പാപത്തിന്റെ തൊട്ടുപോലും അടുത്ത് പോകാത്തവൻ. ഹല്ലേലൂയ.
വചനം പറയുന്നു ക്രിസ്തു പാപമില്ലാത്തവനാ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ക്രിസ്തു പാപമില്ലാത്തവനാ, പിന്നെ എന്തിനാ എനിക്ക് വേണ്ടി പാപഹരണത്തിലേക്ക് പോയേ? എന്തിനു വേണ്ടി? ഞാൻ കിടക്കുന്ന ഈ ലോകം, ഞാൻ വസിക്കുന്ന ഈ ലോകം പാപകരമായത് തിന്നും കുടിച്ചും കൊണ്ടിരിക്കുന്നു. പാപകരമായ ലോകമാ. ഈ ലോകത്തിൽ നിനക്കൊരു മോചനം വേണമെങ്കിൽ എന്നിലൂടെ മാത്രമേ ഹല്ലേലൂയ, അതെ, ആ യേശുവിലൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. അതെ, നിനക്ക് ആ രക്ഷയുള്ളൂ എന്ന്. ഹല്ലേലൂയ. അതെ, യേശുവിലൂടെ മാത്രമേ ആ രക്ഷയുള്ളൂ. ഇന്ന് സൺഡേ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനൊരു കഥ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് പറയുവാനുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ആ കഥയെക്കുറിച്ച് ഞാൻ വീണ്ടും ചിന്തിക്കുവാൻ ഇടപെട്ടു. ഹല്ലേലൂയ. പക്ഷെ അതൊരു ചെറിയൊരു സ്റ്റോറി ആയിരുന്നെങ്കിൽ പോലും അതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു വേടൻ്റെ കയ്യിൽ, ഹല്ലേലൂയ, ഒരു വേടൻ കെണിവെച്ച് പിടിച്ച പക്ഷികളുടെ മേൽ അവൻ അവകാശം പറഞ്ഞ് ആ പക്ഷികളുടെ പപ്പും പൂടയും പറിച്ചു കളഞ്ഞ് അവൻ മറ്റൊരു മൃഗത്തിന് ഭക്ഷിക്കാൻ ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ഭക്ഷിക്കാൻ ഇട്ട് കൊടുക്കുന്നതിൻ്റെ അടുത്തേക്ക് ഒരു നീതിയുള്ളവൻ കടന്നു വന്ന് അവനോട് സംസാരിക്കുക, എന്തിനാ നീ ഇത് ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യാം. അപ്പോൾ അവൻ പറയുന്നു, ഇത് എൻ്റെ അവകാശമാ, ഞാൻ പിടിച്ചതാ, ഇത് എൻ്റെ അവകാശമാ. ഹല്ലേലൂയ. ശത്രുവും പലപ്പോഴും പറയുന്നുണ്ട്, കെണി വെച്ച് പിടിച്ചിട്ട് പറയും, ഇത് എൻ്റെ അവകാശമാ, നിനക്ക് ഇതിന്മേൽ ഒരു അവകാശവുമില്ല. പക്ഷെ ആ നീതിയായവൻ പറയുക, ഞാനൊരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ട വില തന്ന് യേശുവെന്ന വില തന്ന് ഞാൻ അതിനെ മോചിപ്പിക്കുവാൻ പോകുക. ഓ, കൂട്ടിൽ കിടക്കുന്നതിനെ, പപ്പും പൂടയും പറിക്കുന്നവനെ, ഓ താറാവ്, മറ്റൊരു മൃഗത്തിന് ആഹാരമാക്കുവാൻ തക്കവണ്ണം നിന്നെ വേദനിപ്പിക്കുന്ന പിശാചിന്റെ കയ്യിൽ നിന്നും യേശുവിനെ പോലും തന്ന്. ഹല്ലേലൂയ. അതെ, സ്വന്തം ജീവനെ വിലയായി കൊടുത്ത്, ഹല്ലേലൂയ, ആ പാപത്തിൽ നിന്നും ആ പിശാചിന്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ച്, ഹല്ലേലൂയ, ആ പിശാചിന്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി പറത്തി വിട്ടുവെങ്കിൽ, അതെ, നീ ചിന്തിച്ചു നോക്കി, വില കൊടുത്ത് വാങ്ങിച്ചതാ, നിന്നെ വില കൊടുത്താ വാങ്ങിച്ചിരിക്കുന്നേ. തൻ്റെ ജീവൻ എന്ന വില, യേശുവിൻ്റെ ജീവൻ എന്ന വില, യേശുവിൻ്റെ രക്തം എന്ന വില, യേശുവിൻ്റെ ശരീരം എന്ന വില നീ ചുമ്മാ എന്തെങ്കിലും ഒരു മരുന്നല്ല, വില കൊടുത്ത് തന്നെയാണ് നിന്നെ വാങ്ങിച്ചേ. വില കൊടുത്ത പാപത്തിൽ നിന്നും നിന്നെ വാങ്ങിച്ചേ. നീ ചിന്തിച്ചേ, പാപകരമായ ലോകത്തിലോ, ഹല്ലേലൂയ, പിശാച് ചോദിച്ച ശരീരമാ, പിശാചിന് വേണ്ട ശരീരമായിരുന്നു. കൂടെ കൊണ്ടുപോകാമെന്ന് കൂടെ നടന്നു. ആ ക്രൂശിലേക്ക് നടന്നു പോകുമ്പോഴും ദയനീയമായ നമ്മളെ നോക്കിയേ, നമ്മുടെ പാപങ്ങളെ ഓർത്ത്, ഹല്ലേലൂയ, ആ ക്രൂശിലേക്ക് നടന്നു പോകുമ്പോഴും ആ അടി പാങ്ങിച്ച് പിടിക്കുമ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടി, നമ്മുടെ ചെവികൾക്ക് വേണ്ടി, നമ്മുടെ ഹൃദയത്തിന് വേണ്ടി, നമ്മുടെ തലച്ചോറിന് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി ഓരോ അടിയും, ഓരോ നിന്ദയും, ഓരോ പരിഹാസവും ഏറ്റുവാങ്ങി ആ ക്രൂശിലേക്ക് നടന്നു പോയത് നിന്റെ രക്ഷയ്ക്കായുള്ള, എൻ്റെ രക്ഷയ്ക്കായുള്ള, നമ്മുടെ രക്ഷയ്ക്കായുള്ള, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി തൻ്റെ ജീവനെ പോലും, അവസാനത്തുള്ളി രക്തവും, ഹല്ലേലൂയ, അവസാനത്തുള്ളി രക്തവും, ഹല്ലേലൂയ, ആ ഹൃദയത്തിൽ നിന്ന് പറയുന്ന വെള്ളവും പോലും നിനക്ക് വേണ്ടി ആ ക്രൂശിൽ യാഗമാക്കി. ഹല്ലേലൂയ. ഒരു യാഗവസ്തുവിനെ പോലെ കടന്നുപോയി നിന്നെ രക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിയേ, ഞാൻ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞൊരു കഥയാണ്, പക്ഷേ എന്നെ അത് വളരെ എന്നെ ഹൃദയത്തെ വളരെ തൊട്ടുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഒരു ചെറിയ കഥയായിരുന്നു, പക്ഷേ അതിനകത്തൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി. ആ മനുഷ്യൻ ആ വേടൻ്റെ കയ്യിൽ നിന്നും, ഹല്ലേലൂയ, പൈസ കൊടുത്ത്, ക്യാഷ് കൊടുത്ത് ആ പക്ഷിയെ വാങ്ങിച്ചു പറത്തി വിട്ടപ്പോൾ ആ പക്ഷിക്കുണ്ടായ സന്തോഷം എന്ന് ചിന്തിച്ച് നോക്കണേ. അതിൻ്റെ കൂടെ ഒത്തിരി പക്ഷികളെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പപ്പും പൂടയും ജീവനോടെ ഇരിക്കുമ്പോഴേ പറിച്ചെടുത്ത് സന്തോഷിച്ച് അതിനെ പറിച്ചു തീർന്നതിന് ശേഷം ചോരയും നൊയിരും ഒഴുകുന്ന ആ പക്ഷിയെ തൻ്റെ പൂച്ചയായ മൃഗത്തിന് എറിഞ്ഞു കൊടുക്കുമ്പോൾ നടന്നു പോകാനോ പറന്നു പോകാനോ കഴിയാതെ, ഓ
ഹൃദക്ഷാര ദീപൽ ഭവിഷ്യസി അതിന് വേണ്ടി ആഹാരമാകുക എന്നുള്ള അല്ലാതെ വേറൊരു നിവർത്തിയുമില്ലാതെ ആ കാട്ടുപക്ഷി അകപ്പെട്ടെടുത്ത് നിന്ന് ഒപ്പമുള്ളതിനെയൊക്കെ വില കൊടുത്ത് വാങ്ങിച്ച് പറത്തിവിട്ടപ്പോൾ ഹല്ലേലൂയ ചുമ്മാ തീർന്നില്ല. അവിടെ ഒത്തിരി പേർ ചോദിച്ചു, എന്തിനാ ഈ വില കൊടുത്ത് വാങ്ങിച്ച് പറത്തിവിട്ടത്? നിനക്കും അതിന് കൂട്ടിനകത്തടച്ച് കൊണ്ടുപോയിക്കൂടായിരുന്നു. ഹല്ലേലൂയ. ആ മനുഷ്യൻ പറഞ്ഞു, ഇത് സ്വതന്ത്രമായി ജീവിക്കണം. ഹല്ലേലൂയ. ഈ ലോകം പിടിക്കും, ലോകം കാർന്ന് തിന്നും, ഈ ലോകം ഉപദ്രവിക്കും, പക്ഷേ അവൻ പറന്ന് നടക്കുമ്പോഴുള്ള സന്തോഷം, ഹല്ലേലൂയ, നിന്റെ സന്തോഷത്തെ തന്നിരിക്കുന്നേ, നിനക്ക് വേണ്ട സമാധാനത്തെ തന്നിരിക്കുന്നേ. ഹല്ലേലൂയ. കൂട്ടിൽ കിടക്കുമ്പോഴുള്ള സന്തോഷമല്ല. നമ്മൾ എത്രയൊക്കെ ആഹാരം കൊടുത്താലും, എന്തൊക്കെ കഴിക്കാൻ കൊടുത്താലും, എത്ര ഓമനിച്ചാലും കൂട്ടിൽ കിടക്കുന്നതിന് ഒരു സന്തോഷത്തിന് കുറവായിരിക്കും. പക്ഷേ ആകാശത്തിലൂടെ പറന്ന് നടക്കുന്നതിന് സന്തോഷമെന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ബന്ധനവുമില്ലാതെ, ഒരു കെട്ടുകളുമില്ലാതെ നമ്മൾ സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ടാ ആ കോറതലക്ഷാര ദീപൽ കടകര ബൗഡക്ഷാര ദീപൽ ഭൗഷസി തൻ്റെ ജീവനെയും രക്തത്തെയും കൊടുത്ത്, തൻ്റെ ശരീരത്തെ പോലും വിലയായി കൊടുത്ത് സ്വതന്ത്രനാക്കിയത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, അല്പനിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എൻ്റെ യോഗ്യത എന്താണ്? ഒരു നിമിഷം എല്ലാവരും ഒന്ന് മൗനമായി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യേശുവേ, എനിക്കെന്തെങ്കിലും യോഗ്യതയുണ്ടോ? എന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം, അങ്ങ് ക്രൂശിലേക്ക് പോകുവാൻ തക്കവണ്ണം എനിക്കെന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഞാനൊരു പാപിയായ മനുഷ്യനാ. ഞാൻ ഈ പാപമായ ലോകത്തിലാണ് നിൽക്കുന്നേ. ഞാൻ പാപത്തിൻ്റെ പുറത്താണ് നിൽക്കുന്നേ. യേശുവേ, ആ നാമം ഉച്ചരിക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല. എങ്കിലും നീ എന്നെ സ്നേഹിച്ചു, എങ്കിലും നീ എന്നെ മാറോടണച്ചു, എങ്കിലും യേശുവേ നീ എന്നെ ആശ്വസിപ്പിച്ചു. യേശുവേ, കഷ്ടങ്ങളിൽ എനിക്ക് തുണയായിരുന്നു, രോഗശൈലിയിൽ എനിക്ക് ആശ്വാസമേകി. വീണ് പോകാതെ, വാടിപ്പോകാതെ എനിക്ക് വേണ്ടതൊക്കെയും തന്ന് എന്നെ പരിപാലിച്ചു, എന്നെ കാത്തു പരിപാലിച്ചു. അങ്ങേക്കാളും വലിയവനായി വേറെ ആരുമില്ല. അങ്ങേപ്പോലൊരു ആശ്വാസദായകനായി എനിക്ക് വേറെ ആരുമില്ല. ഓ രക്ഷാര ദീപൽ കടകരസി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിന്നോട് യേശു ഇടപെടുവാൻ പോകുക. രോഗത്തോടെ മുറുകിയിരിക്കുന്നതിനകത്ത് പിശാച് കെട്ടിവച്ച്, പിശാച് തകർക്കുമെന്ന് പറഞ്ഞ് വാദിക്കുന്നതിനകത്ത്, പപ്പും പൂടയും പറിക്കുമെന്ന് പറഞ്ഞ് കെണിക്കകത്ത് പെട്ടുപോയതാ. പക്ഷേ ആ അകത്ത് നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ആ കെണിക്കകത്ത് നിന്നും നീ പ്രാർത്ഥിച്ചോ. ആ പിശാചിൻ്റെ ആ വാലയ്ക്കകത്ത് പെട്ടതിനകത്ത് നിന്നും നിന്നെ രക്ഷിക്കാനുമായി ആ യേശു കടന്നു വരിക. നിന്റെ അടുത്തേക്ക് അവൻ കടന്നു വരിക. നിന്റെ കരം അവൻ പിടിക്കുക. നിന്നെ അവൻ ആശ്വസിപ്പിക്കുക. നിന്നെ അവൻ ദീപൽ കടകര ബൗഡക്താര വിട്ടുകൊടുത്താട്ടെ. ആ യേശുവിൻ്റെ അടുക്കിലേക്ക് നീ നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. യേശുവേ, ഒരു യോഗ്യതയുമില്ലെങ്കിലും, ഒരു അർഹതയുമില്ലെങ്കിലും നീ എന്നെ മാറോടണച്ചു, നീ എന്നെ സ്നേഹിച്ചു, എന്നോട് സംസാരിച്ചു, സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു, ഇത്രത്തോളം എന്നെ കാത്തു, മരണത്തിൽ നിന്നും എന്നെ വിടുവിച്ചു, പാതാള രോഗങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഞാൻ അങ്ങിൽ തന്നെ എന്നെ തരുന്ന കർത്താവേ. യേശുവേ, ആ രക്തത്താലും വചനത്താലും പ്രിയജനത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പ, ആ രക്ഷകനായ എൻ്റെ കരങ്ങളിൽ, ആ രക്ഷകൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. യേശുവേ, ഈ ജനത്തെ എൻ്റെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങ് തന്നെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനപ്രകാരം തന്നെ അങ്ങ് ബലപ്പെടുത്തണം, അങ്ങ് ആശ്വസിപ്പിക്കണം. അങ്ങല്ലാതെ ആശ്രയിപ്പാൻ മറ്റാരുമില്ല, അങ്ങല്ലാതെ ബലപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ആരുമില്ല. ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കേൾപ്പിച്ചതിനാൽ കേൾക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ, വേഗം വരണമേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.